അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നമുക്ക് എത്ര ടൈപ്പ് റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്? ജസ്റ്റ് ഒരു സമ്മറി നോക്കിയിട്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ആണ്. അതുപോലെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. ന്യൂക്ലിയോഫിലിക് അഡിഷൻ നടന്നിട്ട് എലിമിനേഷൻ, ഫോളോഡ് ബൈ എലിമിനേഷൻ. പിന്നെ അടുത്ത റിയാക്ഷൻസ് എന്ന് പറയുന്നത് റിഡക്ഷൻ റിയാക്ഷൻസ് ആണ്. പിന്നെ ഓക്സിഡേഷൻ റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് റിയാക്ഷൻസ് ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജന്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാവുന്ന കുറെ റിയാക്ഷൻസ് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും. ഈ ഒരു 5ാമത്തെ സെക്ഷനിൽ നമുക്ക് കുറെ നെയിംഡ് റിയാക്ഷൻസ് വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറെ നെയിംഡ് റിയാക്ഷൻസും വരുന്നുണ്ട്. അപ്പൊ നമുക്കിതിൽ ഓരോന്നും എടുത്തിട്ട് എങ്ങനെയാണ് ഈ ആൽഡിഹൈഡ്സും കീറ്റോൺസും ന്യൂക്ലിയോഫിലിക് അഡിഷൻ തരണത്, അല്ലെങ്കിൽ റിഡക്ഷൻ എങ്ങനെയാണ്, ഓക്സിഡേഷൻ എന്താണ് എന്നുള്ള റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.